ഒരു 2 വാക്ക് സംസാരിക്കണമെന്നുണ്ട്. അത് പറഞ്ഞില്ലെങ്കിൽ എനിക്കത് പൂർണ്ണമാവില്ല. ഇവിടെ ഇന്ന് പെർഫോം ചെയ്ത എല്ലാ കലാകാരന്മാരും കലാകാരികളൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരിവിടെ വന്ന് പെർഫോം ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ മാതാപിതാക്കളാണ്. എൻ്റെ അമ്മ കാരണമാണ് എനിക്ക് കലയോടൊരു താല്പര്യം തോന്നിയത്. അമ്മയാണ് എന്നെ ഡാൻസ് ക്ലാസ്സിൽ കൊണ്ട് ചേർത്തത്, എൻ്റെ അനിയത്തിയെയും. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, കാരണം ഞാൻ കുറച്ച് ഇമോഷണലായിപ്പോൾ. നേരത്തെയും അമ്മ അനിയത്തിയുടെ കൂടെ ബാക്ക് സ്റ്റേജിൽ ബിസി ആയിരുന്നു. ഞങ്ങൾ എപ്പോൾ പെർഫോം ചെയ്താലും നെഞ്ചെടുപ്പോടെ സ്റ്റേജിൻ്റെ പുറകിൽ നിന്ന്, അതേപോലെ ഇവിടെ പെർഫോം ചെയ്യുന്ന കുട്ടികളുടെ എല്ലാവരുടെയും മാതാപിതാക്കൾ അവരുടെ ഒരു സപ്പോർട്ട് കാരണമാണ് അവരിന്നീ വന്ന് വേദിയിൽ പെർഫോം ചെയ്യുന്നത്. അതെനിക്ക് പറഞ്ഞില്ലെങ്കിൽ അത് മുഴിപ്പിക്കാൻ പറ്റത്തില്ല. എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഇരിപ്പുണ്ട്. ഐ എം ഡാം ഷുവർ ദാറ്റ് യു ആർ ഫീലിംഗ് വെരി പ്രൗഡ് റൈറ്റ് നൗ. ഒരിക്കലും എളുപ്പമല്ലായിരുന്നു. ജോലിയൊക്കെ വിട്ടിട്ട് സിനിമയിലേക്ക് ട്രൈ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു എന്തിനാണ്, അത് ആവശ്യമുണ്ടോ, അത് നടക്കുമോ, സക്സസ് ആവുമോ എന്ന് അറിയത്തില്ല. പക്ഷേ ദേ സ്റ്റുഡ് ബൈ മീ. എൻ്റെ അമ്മ, എൻ്റെ അച്ഛൻ, എൻ്റെ അനിയത്തി, അതെത്ര താങ്ക് യു പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. അവർക്ക് എല്ലാവർക്കും വേണ്ടി, ഇവിടെയുള്ള എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു കയ്യടി എൻ്റെ കയ്യിൽ നിന്ന്. സോ ഒരിക്കൽ കൂടി പിരിയുന്നതിന് മുമ്പ് എല്ലാവരും ദ സ്റ്റോറി ഓഫ് എ ബ്യൂട്ടിഫുൾ ഗേൾ തിയേറ്ററിൽ വരാൻ പോവുകയാണ് അടുത്ത മാസം. എല്ലാവരും കുടുംബസമേതം ചെന്ന് തിയേറ്ററിൽ സിനിമ കാണണം. ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണം. ഇവിടെ ഒരാളെ കുറിച്ച് കൂടി എനിക്ക് പറയാനുണ്ട്. ബീന ആൻറ്റി എൻ്റെ വലിയൊരു സപ്പോർട്ടാണ്. ഇറ്റ്സ് വെരി എനർജറ്റിക്. അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അതെത്ര പറഞ്ഞാൽ എനിക്ക് മതിയാവത്തില്ല. അദ്ദേഹം താങ്ക് യു സോ മച്ച് ഫോർ ബീങ് സോ സപ്പോർട്ടീവ്. ഇപ്പോഴല്ല, ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് തൊട്ടേ വളരെ വളരെ സപ്പോർട്ടീവാണ്. അതേപോലെ വിനോദ് അങ്കിളിനെ കുറിച്ച് ഒരിക്കൽ കൂടെ എനിക്ക് പറഞ്ഞേ മതിയാവും. ഈ കലാകാരന്മാരെയും കലാകാരികളെയും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു സിനിമ പ്രൊമോഷന് കൂടി പറഞ്ഞപ്പോൾ നമ്മുടെ ഒരു കുട്ടിയാണ്, അദ്ദേഹത്തിനെ ഫെലിസിറ്റേറ്റ് ചെയ്യണം. ഞാൻ പറയുമ്പോൾ അദ്ദേഹം കാണിച്ച ഒരു ഇൻട്രസ്റ്റും ആ എന്തൂസിയാസവും അതെത്ര പറഞ്ഞറിയിച്ചാലും എനിക്ക് മതിയാവില്ല. ഒരുപാട് നന്ദി. ആൻഡ് ഒരിക്കൽ കൂടി ഇവിടെ ഈ 3 പേർക്കും ഐ റിയലി അപ്രീഷിയേറ്റ്. ഇറ്റ് ഈസ് നോട്ട് ഈസി. ഇത്രയും നല്ലതായിട്ട് ആങ്കർ ചെയ്ത് എല്ലാവരെയും ഇങ്ങനെ പറയുന്നത് ചെറിയ പണിയല്ല. അതേപോലെ മാതാപിതാക്കളുടെ കൂടെ ഗുരുക്കന്മാർ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. എൻ്റെ ഗുരുവായ പ്രസന്ന മാം ഇന്നിവിടെ എത്തിയിട്ടില്ല, അങ്കിൾ ഇവിടെ ഉണ്ട്. സോ ഈ ഒരു വേദിയിൽ വെച്ച് പ്രസന്ന മാമിന് ഒരുപാട് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ഓണം നേരുന്നു. എല്ലാവരും തിയേറ്ററിൽ ചെന്ന് സിനിമ കാണില്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓണാഘോഷ പരിപാടികൾ വൻ വിജയത്തിലെത്തിച്ച എല്ലാ അംഗങ്ങൾക്കും, അംഗങ്ങളുടെ മക്കൾ, കൊച്ചുമക്കൾ, അവർക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് മാതാപിതാക്കളായ നിങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കൾച്ചറൽ പ്രോഗ്രാംസിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ നമുക്ക് ഈ നിമിഷം വരെ ഒരു തടസ്സവുമില്ലാതെ നല്ല സൗണ്ട്, ലൈറ്റും സൗണ്ടും തന്ന് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പ്രകാശ് ആൻഡ് അനീസ്, ഇവർ 2 പേർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അത്തപ്പൂക്കളം, ഇത്രയും വലിയ മനോഹരമായ അത്തപ്പൂക്കളം ഇട്ട് തന്ന നമ്മുടെ ട്രഷററും, പിന്നെ നമ്മുടെ മലയാളം മിഷൻ്റെ ടീച്ചർ അധ്യാപികയുണ്ട് ശ്രീകുമാരി, പിന്നെ പ്രകാശ് ചേട്ടൻ്റെ മകൻ കമ്മിറ്റി അംഗം ഉണ്ണി, പിന്നെ ഉദയൻ ചേട്ടൻ്റെ മകൻ, ഇവരുടെ എല്ലാവരുടെയും പേരൊക്കെ എനിക്ക് ഇച്ചിരൂടെ ഇതുണ്ട്, അനിലേട്ടൻ, ഇവരെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. തിരുവാതിര ടീം അടിച്ചു പൊളിച്ച്, തിരുവാതിര വളരെ സൂപ്പറായിരുന്നു. തിരുവാതിരയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്. ആ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വന്ന് താലപ്പൊല എടുത്ത് 2 വട്ടം മഹാബലിയെ എതിരേറ്റ് കൊണ്ടുവന്നു, പിന്നെ അതിഥികളെ എതിരേറ്റ് കൊണ്ടുവന്നു. അങ്ങനെ 2 പ്രാവശ്യം നിങ്ങളെ വെയിലത്തോടൊക്കെ നടത്തിപ്പിച്ചു. സോറി. നിങ്ങൾക്ക് വളരെ നന്ദി രേഖപ്പെടുത്തുന്നു. ബീന ടീച്ചർ, സ്പെഷ്യൽ താങ്ക്സ് ടു യു. പിന്നെ ശോഭ ചേച്ചി ഈ പ്രായത്തിലും കൂടെ വളരെ സൂപ്പറായിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. എന്ത് ഗ്രേഷ്, അതായത് നല്ല സൂപ്പറായിട്ട് കളിച്ചാണ്. ചേച്ചിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. കൾച്ചറൽ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും. കൂടാതെ നമുക്ക് ഈ വീഡിയോസും ഫോട്ടോസും ആ നിമിഷം തൊട്ട് ഇതുവരെ എടുത്തുകൊണ്ടിരിക്കുന്ന, ആ നിമിഷം മുതൽ നമുക്ക് നമ്മുടെ വീഡിയോ, നമ്മുടെ എല്ലാ പ്രോഗ്രാമും ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന, വളരെ ക്ഷമയോടെ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്ന ശ്രീ ഹനുമന്തിലു. അടുത്തതായി നമ്മൾക്ക് അടിപൊളി സദ്യ, ഓണസദ്യ ഉണ്ടാക്കി തന്ന, ഓണത്തിന് മുന്നേ തന്നെ നമുക്ക് ഓണസദ്യ ഉണ്ടാക്കി തന്ന നമ്മുടെ വർഗീസ് ഏട്ടന്
വളരെയധികം ഇവർക്കെല്ലാം എത്ര വലിയ നന്ദിയും ക്ലാപ്പും ഒന്നും അടിച്ചാലൊന്നും തീരില്ല മക്കളെ. അപ്പൊ അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ പ്രസിഡന്റ് ശ്രീ വി വിനോദ് കുമാർ ഉറങ്ങിയിട്ടൊക്കെ നാളുകളായി, ഉറക്കമൊന്നും ഇല്ല. 1:30 ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് നമ്മുടെ ചില കാര്യങ്ങൾക്കായിട്ട് എഴുന്നേക്കുമല്ലോ, ആ സമയത്ത് ഇങ്ങനെ നോക്കും, സമയം നോക്കുമ്പോൾ 1:38 AM ആളവിടെ ഓൺലൈനിലുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും അവള് പുള്ളിയുടെ വൈഫ് 5 പറയത്തില്ല. അപ്പോൾ കുറെ കാലമായി ആൾ ഉറങ്ങിയിട്ട് ഇന്ന് മുതൽ സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. പ്രോഗ്രാം എല്ലാം സക്സസ് ആയിട്ട് നടന്നിരിക്കുന്നതുകൊണ്ട് ഇന്ന് തൊട്ട് നന്നായിട്ട് ഉറങ്ങിക്കോളും. അടുത്തത് നമ്മുടെ അനിലേട്ടൻ, ജി അനിലേട്ടൻ, പർച്ചേസിങ്ങിനായാലും ശരി, എല്ലാ പിരിവിനും എല്ലാ കാര്യത്തിനും പുള്ളി പൂ മേടിച്ചുകൊണ്ട് വരാനും എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിന്നിട്ടുള്ള അനിലേട്ടനെ വളരെയേറെ നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ നമുക്കിപ്പോൾ സ്റ്റേജിൽ വന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ മധുചേട്ടൻ, രാജേന്ദ്രൻ ചേട്ടൻ, നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ, എല്ലാ കമ്മിറ്റി അംഗങ്ങൾക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഓഡിറ്റോറിയം നമുക്ക് തന്ന ശ്രീ ആദർശ് റെഡ്ഡിക്കാരന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വന്ന നമ്മുടെ MLA ശ്രീ മഹിപാൽ റെഡ്ഡി, അതുപോലെ തന്നെ മറ്റ് വിശിഷ്ട അതിഥികൾ, ഇവർക്കെല്ലാവർക്കും നമ്മുടെ സൗഹൃദയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ എല്ലാ മെമ്പർമാർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ തന്നെ നമ്മൾക്ക് ആങ്കർമാർ, ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ അവർ രണ്ടുപേരും ഇത്രയും വലിയൊരു സ്റ്റേജിൽ ആങ്കർ പണി ചെയ്യുന്നത്. പുതിയ പിള്ളേരാണ് അവരിത്രയും നന്നായിട്ടൊക്കെ ആങ്കർ ചെയ്തില്ലേ. അപ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി നിവ്യ പവിത്രൻ ആൻഡ് സാനിയ സോണി. അപ്പം നമ്മുടെ സൗഹൃദയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമുക്ക് ദേശീയ ഗാനം ആലപിക്കാൻ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണേ. जनगणमन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंधु गुजरात मराठा द्राविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तव शुभ नामे जागे तव शुभ आशीष मांगे गाए तव जय गाता जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे